സാമ്പത്തിക യുദ്ധം ശക്തമാക്കി അമേരിക്ക. ആയുധം കൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്താൻ ആകാതെ വന്നതോടുകൂടി തന്നെ പുതിയ നീക്കം നടത്തിയിരിക്കുകയാണ്. ഇറാനെതിരായ ഉപരോധങ്ങൾ മറികടക്കാൻ സഹായിച്ച 35 പേർക്കും സ്ഥാപനങ്ങൾക്കും പുതിയ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക്, ഈ ഒരു പുതിയ നീക്കത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നത്. ഇറാന്റെ രഹസ്യ ഷാഡോ ബാങ്കിംഗ് ശൃംഖല തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് US ട്രഷറി വകുപ്പ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് ഡോളറുകൾ ഗൂഢമായി തന്നെ കൈമാറി ഉപരോധങ്ങൾ വെട്ടിച്ചുകൊണ്ട് കടക്കാൻ ഈ ശൃംഖല ഉപയോഗിച്ചു എന്നതാണ് അമേരിക്കയുടെ ട്രഷറി വകുപ്പിന്റെ ആരോപണം. മാത്രമല്ല, ഇറാനെ സാമ്പത്തികമായി അവിടെ ഞെരുക്കുന്നതിന് പിന്നാലെ തന്നെ അതിന്റെ ഉദ്ദേശവും ഇത് നേരിട്ട് ബാധിക്കുന്നതും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഉൾപ്പെടെയുള്ള ഇറാന്റെ സൈനിക വിഭാഗങ്ങളെയാണ് എന്നും ഇവിടെ അമേരിക്ക വ്യക്തമായി തന്നെ സൂചിപ്പിക്കുകയാണ്. അനധികൃത എണ്ണ വിൽപ്പന അതുമുതൽ തന്നെ മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ സ്വന്തമാക്കുന്നതുവരെ എല്ലാം തന്നെ ഈ സാമ്പത്തിക വഴികളിലൂടെ തന്നെ നടക്കുന്നു എന്നതാണ് US പറയുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട കമ്പനികൾക്കും കർശന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇറാനോ IRGCക്കോ ടോൾ നൽകുന്നവർക്ക് കടുത്ത നടപടി ഇവരിന്മേൽ സ്വീകരിക്കുമെന്നും അമേരിക്ക ഇവിടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇതൊരു സാധാരണ ഉപരോധമല്ല, ഇറാനെ ആഗോള സാമ്പത്തിക സംവിധാനങ്ങളിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടുത്തുവാനുള്ള വലിയ നീക്കമാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതേപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്രകൾക്കായി തന്നെ ഇറാൻ സർക്കാരിനോ IRGCക്കോ ടോൾ നൽകുന്ന കമ്പനികൾക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്നും അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ സൈന്യത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം എത്തിക്കുന്നതിൽ ഈ ഷാഡോ ബാങ്കിംഗ് സംവിധാനം വലിയ പങ്ക് വഹിക്കുന്നുവെന്നതാണ് കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ഇത് മധ്യേഷ്യയിലെ സമാധാനം തകർക്കുന്നുവെന്നും ഇവിടെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുകയാണ്. ഉപരോധം ഏർപ്പെടുത്തിയതോ അല്ലെങ്കിൽ പട്ടികയിലുള്ള വ്യക്തികളുടെയും ആ സ്ഥാപനങ്ങളുടെയും അമേരിക്കയിലേക്കുള്ള സ്വത്തുക്കൾ മരവിപ്പിക്കപ്പെടുമെന്നും അവരുമായി ഇടപെടലുകൾ അത് നടത്തുന്നതിൽ നിന്ന് അമേരിക്കൻ പൗരന്മാരെയും സ്ഥാപനങ്ങളെയും വിലക്കുകയും ചെയ്യുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇറാനിൽ ആത്യന്തം നിർണായകമായ രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുന്നതായും ഭരണം പരമോന്നത നേതാവിൽ നിന്നും സൈന്യത്തിലേക്ക് മാറുന്നതായും വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന യുദ്ധം 2ാം മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഭരണകൂടത്തിന്റെ ശക്തമായ പവർ ഷിഫ്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വെറും ഒരു അധികാരമാറ്റമല്ല, ഇറാന്റെ ഭരണ രീതിയിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് എന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. ഇനി ഇറാനെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന ചോദ്യം പോലും ഉയർന്നു കേട്ടു. മധ്യപൂർവേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകുകയാണോ എന്ന ചോദ്യങ്ങളടക്കം ലോകരാഷ്ട്രങ്ങളിൽ വലിയ ആശങ്കയിലാഴ്ത്തുന്ന ഒരു സംഭവമായി തന്നെ മാറുന്നതും ഭരണമാറ്റം കൂടുതലായി തന്നെ സംഭവിച്ചാൽ എന്താകുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. സൈനിക ശക്തമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നോട്ട് വന്നുകൊണ്ട് വലിയ രീതിയിൽ ഈ ഭരണത്തെ കൈയാളുന്ന ഒരു സ്ഥിതി വിശേഷമാണിപ്പോൾ ഇറാനിൽ കാണാൻ സാധിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.